ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവണ കാര്യമാണ് പാല്. കുട്ടികൾക്കായാലും നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പാല് വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 3 ലിറ്റർ പാലാണ് കേട്ടോ ഒരു ദിവസം വാങ്ങിക്കുക. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് 3 ലിറ്ററായിട്ട് വാങ്ങിക്കും. എന്നിട്ട് അത് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കട്ടിയായിട്ട് മുകളിൽ ഇങ്ങനെ പാട തെളിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം നമ്മൾ ചായ ഉണ്ടാക്കണമെങ്കിൽ മുന്നേ ആ പാട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വല്ല ബട്ടർ മസാല അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറീസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. അതുകൂടാതെ നമ്മൾ വീട്ടിൽ ബട്ടർ ഉണ്ടാക്കുക, വെണ്ണ ഉണ്ടാക്കുക, അപ്പോൾ അതിനൊക്കെ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് നാൾ, അതായത് ഒരു മാസത്തേക്കൊക്കെ വേണമെങ്കിൽ വെച്ചെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ല വെച്ചെങ്കിൽ നമ്മൾ താഴെ ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് സ്റ്റോർ ചെയ്തിട്ട് 1 മാസം 1.5 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ ഒരു കേടും കൂടാണ്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1.5 മാസമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇത് ഫ്രീസറിലാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 2 പാത്രത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വെണ്ണയല്ല നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നെയ്യും കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണവും മണവും രുചിയും ഒക്കെ കൂടും. അപ്പോൾ ഇനി നമുക്ക് ഫ്രഷ് ക്രീം വേണ്ട, വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉണ്ടാക്കണം വെച്ചെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ദിവസത്തെ ഈ പാൽപ്പാടല്ലേ അത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറേ നാളത്തേക്കാണ്, ഒരു 2 മാസമൊക്കെ വരെ എടുത്ത് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അല്ല വെച്ചെങ്കിൽ നമ്മൾ താഴത്തെ തട്ടിൽ ഒരു 2 ആഴ്ചയൊക്കെയാണ് വേണ്ട വെച്ചെങ്കിൽ നമ്മൾ താഴത്തെ ഫ്രീസറിന് താഴെയില്ലേ അവിടെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇത് ഓൾറെഡി പാലിൻ്റെ പാട മാത്രമായിട്ട്, അതായത് ഫ്രഷ് ക്രീം മാത്രമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ തൈര് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് ഇട്ടെടുത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ആ ഒരു ടെക്സ്ചർ മാറി നമ്മൾ അതിൽ നിന്ന് ബട്ടറിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ ഒരു ഫോമിലേക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് അടിച്ചെടുത്തിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാം. വെണ്ണയാക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ നെയ്യാക്കി എടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ തൈരും കൂടി മിക്സ് ചെയ്ത് രാത്രിയാകുമ്പോൾ വെച്ചതാണ് കേട്ടോ. നേരം വെളുക്കുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ബട്ടറിൻ്റെ വെണ്ണയുടെ ആ രീതിയിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ച് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വെണ്ണയോ അല്ലെങ്കിൽ വെച്ചെങ്കിൽ ബട്ടറൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നിറച്ചിങ്ങനെ വെക്കണ്ട കേട്ടോ. നിറച്ച് വെക്കുമ്പോൾ ഒന്ന് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കുറച്ചങ്ങനെ പൊന്തി ഇങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യും അല്ലെങ്കിൽ വെണ്ണ, ഫ്രഷ് ക്രീമൊക്കെ നമ്മൾ വാങ്ങണ പാലിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ക്യാരറ്റ് നമ്മൾ അധികമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ വില കുറവൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചധികം ക്യാരറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം, അതായത് 1 ആഴ്ച 2 ആഴ്ച വരെയൊക്കെ ഒരു ഇതായിട്ടിരിക്കും. പിന്നെ നമുക്കതൊരു കുറച്ച് ചെയ്യണ പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു മെഴുക് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും ക്യാരറ്റ് നല്ല ഫ്രഷായിട്ട് 1 മാസത്തിൽ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ക്യാരറ്റ് നല്ല ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഒന്ന് നന്നായി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ, അതായത് സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ അധികം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ഇതുപോലെ ക്യാരറ്റ് നിറച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം, അത് ക്യാരറ്റ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അടച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ, ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 3-4 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക. നമ്മൾ എടുക്കില്ലേ ക്യാരറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കണ നേരത്തെ നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല ഫ്രഷായിട്ട് അപ്പം തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുന്ന പോലെ ഉണ്ടാവും.
അപ്പോൾ ഈ ക്യാരറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് നാളായി, അതായത് 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 1 മാസം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എടുത്ത് നോക്കുമ്പോൾ ഒരു കേടുമില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായാലും ഫ്രഷ് ആയിട്ട് കൊടുക്കാനായാലും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി സാലഡിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കുറേ നാൾ കേടുകൂടാണ്ട്, അതായത് ഡെയിലി ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വല്ലപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാൾ കേടാകാതെ ഇരുന്നോളും. അതുപോലെ തന്നെ കുറേ ചെറുനാരങ്ങയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചെണ്ണം വെള്ളത്തിയിട്ട് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെയാണ് മല്ലിയില കുറേ നാൾ, അതായത് 1 മാസത്തിൻ്റെ അടുത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ മല്ലിയില വെച്ച് പിന്നെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ബോക്സിൽ 2-3 ബോക്സിലാക്കി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഒരു ബോക്സിലത്തെ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവുകയെ അങ്ങനെയൊക്കെ ആകുമ്പോൾ എടുത്ത് മറന്ന് പോവുക, അങ്ങനെയൊക്കെ ഐസ്ക്രീം ബോക്സിലൊക്കെ ആയ കാരണം അങ്ങനെ കാണാറില്ല. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ കേടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും, എക്സ്ട്രാ ഉണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് കറികളിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ, 1 മാസത്തിൻ്റെ അടുത്ത് വരെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇന്ന് പറയണത്. മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് നമ്മൾ പച്ചവെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മല്ലിയില അതിൻ്റെ വേര്, അതായത് കടഭാഗമില്ലേ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് മല്ലിയിലയുടെ തണ്ട് അത് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മുങ്ങി, അങ്ങനെ നന്നായി മുങ്ങിയിരിക്കുന്ന വേണ്ട, ആ തണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിയിരുന്നാൽ മതി. അതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൂടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതെടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറില്ലേ അവിടെ നമ്മൾ ഒരു മരം നട്ട അല്ല ഒരു ചെടി നട്ട പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ അതിൽ മല്ലിയില ഉണ്ടോ എന്ന് നമുക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ ഇത് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതും വെച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിൻ്റെ അടുത്തായി, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതുവരെ ഇതിനൊരു കേടും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാതും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളം നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ നമുക്ക് വല്ല ഇതുപോലെയൊക്കെ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഇലയൊക്കെ ചില സൈഡിലത്തേക്ക് ഒന്ന് പഴുത്ത പോലെയൊക്കെ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനത്തെ ഇലകളിലൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നല്ല ഒരു ടിപ്പാണ്. ഇനി നമ്മൾ പഴമൊക്കെ കഴിച്ച് മടുത്ത് പഴം വേണ്ടാണ്ടായിട്ട് ഇരിക്കുന്ന ടൈമിൽ പിന്നെ എന്താ നമുക്ക് വിരുകാനും അല്ലെങ്കിൽ വേറെ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ്. 1 മാസം വരെ നമുക്കിത് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡെസേർട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പഴംപുളിശ്ശേരി വേണമെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുകൊണ്ട് പഴംപുളിശ്ശേരി വരെ ഉണ്ടാക്കി, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ, ആവശ്യത്തിന്. അതായത് ഈ പഴത്തിലേക്കുള്ള മധുരത്തിന് അധികം ഇട്ട് കൊടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ പഴംപുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, അതിലേക്ക് ഒരു തരി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മുടെ പഴമല്ലേ അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വരെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കത് ഓഫാക്കി വയ്ക്കാം. സ്റ്റൗവും വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലായി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ചൂടാറിയതിന് ശേഷം നിറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടിയിട്ടിട്ട് വരട്ടുകയാണെങ്കിലും നല്ലതാണ്. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ധാരാളമായിട്ട് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചെത്തിയിട്ട് നമ്മൾ ഉണക്കി
വെക്കുക, അതായത് ഉപ്പിട്ടിട്ട് ഉണക്കി വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വലിയ സ്ലൈസ് ആക്കിയിട്ട് പൂണ്ടിട്ട് അതങ്ങനെ ഉണക്കി വെച്ചായിരുന്നു, ഉപ്പിട്ടിട്ട് ഉണക്കി വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താ കൂട്ടാനിലൊക്കെ അല്ലേ, മീൻ കറിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ വലുതാക്കി നുറുക്കിയിട്ട് അത് നല്ല വെയിലുള്ള ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ചെറുതാക്കി നുറുക്കിയതാണ്. അപ്പോൾ ഇത് എനിക്കൊരു ചേച്ചി തന്നതാണ് കേട്ടോ, അവർ ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതാക്കുക. നമ്മൾ കുടംപുളിക്കൊക്കെ ചെയ്യില്ലേ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുക്കുക, വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ഇരുമ്പുളിയും ഉണക്കിയെടുത്തിട്ടുള്ളതാണ്, അതിലും ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് കറികളിലൊക്കെ ഇടണം തോന്നുകയാണെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. മീൻ കറിയിലൊക്കെ നമ്മൾ മാങ്ങ ചേർത്തിട്ടുള്ള ഉണക്ക മാങ്ങ ചേർത്ത് മീൻ കറി വയ്ക്കും, അതുപോലെ ഉണങ്ങിയ ഇരുമ്പുളി ചേർത്തിട്ടൊക്കെ മീൻ കറി വയ്ക്കും, അതൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. കപ്പ ധാരാളമായിട്ട് കിട്ടുന്ന ടൈമിൽ നമ്മളിത് ഉണക്കിയെടുത്തിട്ട് അതുപോലെ കപ്പ വേവിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് വെയിൽ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് വെയിൽ വരുന്ന ടൈമിൽ ഒന്ന് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളതൊന്ന് വെയിലത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഞാൻ ബോട്ടിൽ നിറച്ച് വയ്ക്കുകയാണ്. അല്ലാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിൽ ഒരു തരം പ്രാണി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വെയിൽ വരുമ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മളത് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ആ ബോട്ടിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ പുഴുക്കുത്തുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് ലത ചേച്ചി പറഞ്ഞതാണ്. ചേച്ചി ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞതാണ്, അവർ വന്നപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി കണ്ടപ്പോൾ പറഞ്ഞു, ഇതിലിങ്ങനെ ഇട്ട് വെക്കല്ലേ, നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിൽ വേണം ഇട്ട് വെക്കാൻ, അല്ലെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. അത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തണുത്ത് പോകുന്നുണ്ട്, പക്ഷേ ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്കത് കുറേ നാൾ ക്രിസ്പി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നട്ട്സുകൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോഴും അത് കുറേ നാൾ നല്ല ക്രിസ്പിനെസ്സോട് കൂടി തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.